എൽ ഡി എഫിന് തിരിച്ചടിയായത് യു ഡി എഫ് മുന്നിട്ടത് കൊണ്ടല്ല, എൻ ഡി എ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് കൊണ്ടാണ്. ഇപ്പൊ സി പി എം ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല എൻ ഡി എയുടെ ഇങ്ങനെയൊരു മുന്നേറ്റം. എൽ ഡി എഫ് തോൽക്കുമെന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ എൻ ഡി എ കേരളത്തിൽ കാല് ഉറപ്പിക്കുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിച്ചു പോലും കാണില്ല. ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ സി പി എമ്മിന് ഒരു സീറ്റും എൻ ഡി എക്ക് 2 സീറ്റും കിട്ടിയിരുന്നെങ്കിൽ എൽ ഡി എഫ് പതറിപ്പോയതിന്. കാരണം ഇതിലും വലിയ ഒരു അടി എൽ ഡി എഫിന് കിട്ടാനുണ്ടോ? ഇല്ല. ഇപ്പൊ വടകരയുടെ വിധി തന്നെ സി പി എമ്മിന് സഹിക്കാൻ കഴിയുന്നതല്ല. കാരണം വടകര കൈവിട്ട് പോകുമെന്ന് ഒരുപക്ഷെ സി പി എം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുള്ള കാര്യമല്ല. ഒരു നിയമസഭാ സീറ്റ് പോലും ഇതുവരെ ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല കേരളത്തിൽ. പക്ഷെ ലോക്സഭാ സീറ്റുകൾ ഒരെണ്ണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി തിരുവനന്തപുരത്തെ വിധി എൽ ഡി എഫിന് തിരിച്ചടിയായി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല. ഒരുപക്ഷെ സി പി എം നെഞ്ചു പൊട്ടി കരയെന്ന് തന്നെ പറയാം. ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ വിജയം താൽക്കാലിക ആശ്വാസമായിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ശശി തരൂർ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എൽ ഡി എഫിന് കരയേണ്ടിയൊന്നും വരില്ല. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോ ലീഡ് ചെയ്യുന്നത് ശശി തരൂരാണ്. ഇനി അഥവാ തിരിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും മറിഞ്ഞാൽ എൽ ഡി എഫ് ബി ജെ പിയും സമാസമമാവും. അത് എൽ ഡി എഫിനെ സംബന്ധിച്ച് നാണക്കേട് മാത്രമല്ല, ഷോക്കിംഗ് തന്നെയാണ്. താമര വിരിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞവർക്ക് പിന്നെ മുണ്ടിട്ട് പുറത്തിറങ്ങാനേ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയെങ്കിലും ബി ജെ പി ക്ഷീണമാണ്. കാരണം എന്താ? താമര പൂർണ്ണമായിട്ട് വിരിയണമെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പി പ്രതീക്ഷിച്ചത് കിട്ടണമായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്ത് പറഞ്ഞതും പ്രവചിച്ചതും ഒന്നുമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യു പിയിൽ ഉണ്ടായ തിരിച്ചടി ബി ജെ പിക്ക് ക്ഷീണം തന്നെ ഉണ്ടായിട്ടുണ്ട്. വിജയം ഉറപ്പിച്ചാലും പ്രതീക്ഷിച്ചത് കൈവരിക്കുമോ എന്ന ഒരു ആശങ്കയിലാണ് ബി ജെ പി. ഇപ്പം ജയം ഉറപ്പിക്കാമെന്നേ ഉള്ളൂ. ഇപ്പം കേരളത്തിലെ എൻ ഡി എ അക്കൗണ്ട് തുടങ്ങിയത് വലിയ ഒരു ആഘോഷമാക്കേണ്ടതാണ് ഇപ്പൊ ബി ജെ പി. എന്നാൽ ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള ഒരു പ്രതീക്ഷ ലഭിക്കാത്തതിനാൽ ബി ജെ പി നിരാശ തന്നെയാണ്.